നമസ്കാരം, ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. Sunrise Hospital. Care beyond cure. നിങ്ങൾക്കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ ബി.ജെ.പി. മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബി.ജെ.പി. ചങ്ങരംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങരംകുളം ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രൻ, പ്രസാദ് പടിഞ്ഞാക്കര, അനീഷ്, ജനാർദ്ദൻ പട്ടേരി, ഉദയൻ ചങ്ങരംകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ പ്രതിഫലനമാണ് രാജ്യ തലസ്ഥാനത്ത് ഇന്ന് പ്രകടമായിട്ടുള്ളത്. രാജ്യത്ത് നരേന്ദ്രമോദി ഭരണത്തിനെതിരായിക്കൊണ്ട് കൊണ്ടുവന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിൻ്റെ പ്രസക്തി തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണി പിരിച്ചുവിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കാരണം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, ആ കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യ തലസ്ഥാനത്ത് 3ാമത് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പോലും ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, രണ്ടാമതായി അവർ ബദൽ ചൂണ്ടിക്കാണിക്കുന്ന ആം ആദ്മി പാർട്ടി തോറ്റമ്പിയിരിക്കുന്നു ഡൽഹി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത്. അതുകൊണ്ട് ഇത് ബി.ജെ.പി. യുഗമാണ്. നരേന്ദ്രമോദി എന്ന അശ്വമേധത്തെ പിടിച്ചുകെട്ടാൻ ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും വളർന്നിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാവും വളർന്നിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 27 വർഷം മുമ്പ് ഉള്ളി വില വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പിക്ക് ഡൽഹി ഭരണം നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 27 വർഷമായി കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഭരിച്ച് ആ ഡൽഹി എന്ന് പറഞ്ഞ രാജ്യ തലസ്ഥാനം ഇന്ന് ബി.ജെ.പിയുടെ ഉള്ളം കൈയിൽ രാജ്യത്തെ ജനങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും പ്രബുദ്ധരായ, ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വന്ന് അധിവസിക്കുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെ ബി.ജെ.പി. പിടിച്ചടക്കിയിരിക്കുന്നു. ഇന്ത്യ രാജ്യം ഇന്ന് രാജ്യത്തെ 29 സംസ്ഥാനങ്ങളും ബി.ജെ.പിക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് രാജ്യ തലസ്ഥാനത്തെ ബി.ജെ.പിയുടെ മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഈ വിജയം. അതുകൊണ്ട് CPM-ന്റെ പ്രസക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, CPM അവിടെ മത്സരിച്ച് ഏതാനും സീറ്റുകളിലാണ്. അവിടെ CPM-ന് ലഭിച്ചത് നമുക്കിവിടെ ഒരു വാർഡിൽ ലഭിക്കുന്ന വോട്ട് പോലും ലഭിച്ചില്ല. 500-ൽ താഴെ വോട്ട് മാത്രമാണ് CPM-ന് ലഭിച്ചത്. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ചാർജ് വഹിക്കുന്ന പ്രകാശ് കാരാട്ട് രാജിവെച്ചൊഴിയുന്നതാണ് രാഷ്ട്രീയമായ മര്യാദ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, കോൺഗ്രസ് വിമുക്ത ഭാരതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളവും വൈകാതെ കോൺഗ്രസ് വിമുക്ത ഭാരതമായി മാറും. അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന് മാത്രം.
ഇങ്ങോട്ട്